ഹായ് വ്യൂവേഴ്സ്, ലിറ്റിൽ ഹാർട്ട്സ് 1.0 യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമുക്കൊരു കൊറിയൻഡർ ചട്നി ഉണ്ടാക്കാം. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോൾ തേങ്ങ കട്ട് ചെയ്തിട്ടിടുക. കോക്കനട്ട് ഗ്രേറ്റ് ചെയ്തിട്ട കോക്കനട്ടാണ്. അത് നന്നായിട്ടൊന്ന് വഴറ്റുക. ഇതെല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. ഈ കൊറിയൻഡർ കൊണ്ട് ചട്നി ഉണ്ടാക്കുന്നത് നല്ല ടേസ്റ്റിയാണ്. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം. കൊറിയൻഡറിൻ്റെ ടേസ്റ്റ് എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല, പക്ഷേ ഇഷ്ടപ്പെടുന്നവർ ഒന്ന് ഉണ്ടാക്കി നോക്കുക. അതൊന്ന് കുറച്ചൊന്ന് നന്നായിട്ടൊന്ന് വഴറ്റി വരുമ്പോഴത്തേക്കും നമുക്ക് കുറച്ച് ഗ്രീൻ ചില്ലി ഇടാം. കട്ട് ചെയ്തിട്ട് ഗ്രീൻ ചില്ലി ഇടാം. ഇതിപ്പോൾ ഗ്രീൻ ചില്ലി അല്ലെങ്കിൽ നമുക്ക് ഉണക്കമുളക് ഇടാം. അതിപ്പോൾ ഞാൻ ആ ഒരു ഗ്രീൻ കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ കളറാണ് ഗ്രീൻ ചില്ലിയിൽ ഇടുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ഓപ്ഷനാണ്. നമുക്കത് ഉണക്കമുളക് വേണമെങ്കിൽ ഇടാം. സ്മോൾ ഓണിയൻ കുറച്ചിടാം. നന്നായിട്ട് വഴറ്റുക. ഇതൊക്കെ നന്നായിട്ട് വഴറ്റണം. ഇത് റെഡി ആകുമ്പോഴത്തേക്കും അതിലേക്ക് നമുക്ക് നന്നായിട്ട് കഴുകി വെച്ച കൊറിയൻഡറിൻ്റെ ലീഫ് ലീഫും കണ്ടും കുറച്ച് കണ്ടും കൂടി അതൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. നന്നായിട്ടൊന്ന് വഴറ്റി വരുമ്പോഴത്തേക്കും സ്റ്റൗ ഓഫ് ചെയ്തിട്ട് ചെയ്യാൻ വെക്കാം. അത് ചൂടാറാൻ വേണ്ടി വെക്കണം. ചൂടാറിയിട്ട് നമുക്ക് മിക്സിയിൽ തന്നിട്ട് അതൊന്ന് ഗ്രൈൻഡ് ചെയ്തിട്ട് വെക്കാം. ഇപ്പോൾ എല്ലാം കൂടി നന്നായിട്ട് വഴങ്ങിയിട്ടുണ്ട്. നമുക്ക് ഓഫ് ചെയ്യാം. ഓഫ് ചെയ്ത് കുറച്ച് ചൂടാറാൻ വെക്കാം. ചൂടാറാൻ വെച്ചതിന് ശേഷം നന്നായിട്ട് അരച്ചെടുക്കാം. അപ്പോൾ നമ്മൾ ഗ്രൈൻഡർ എടുക്കുക, മിക്സി എടുക്കുക. അതിനകത്ത് ഉപ്പിടുക. നമ്മൾ നേരത്തെ ഉപ്പിട്ടിട്ടില്ലായിരുന്നു, അപ്പോൾ കുറച്ച് ഉപ്പിടുക. നമുക്ക് ഇഷ്ടമുള്ള സാൾട്ട് നമുക്ക് നമ്മുടെ ഒരു ഇതിനനുസരിച്ചിട്ടിടാം. ചില ആൾക്കാർക്ക് കുറച്ച് കൂടുതലായിരിക്കും ഇഷ്ടം, ചില ആൾക്കാർക്ക് ചെറിയ ഇതിലായിരിക്കും ഇഷ്ടം. അപ്പോൾ നമ്മളെങ്ങനെയാണോ ഉപയോഗിച്ച് വരുന്നത് അതേപോലെ ഇടാം. നന്നായിട്ട് അരച്ചിട്ട് അതിലേക്ക് ഒഴിക്കുക. ചട്നി റെഡിയായി. ഇനി നമ്മളതിനകത്ത് കുറച്ച് ചെറിയുള്ളി, വെളിച്ചെണ്ണയിനകത്ത് കുറച്ച് ചെറിയ ഉള്ളി ഇട്ടിട്ട് നമുക്കത് വഴറ്റിയിടാൻ വേണ്ടി. അത് വഴറ്റിയിരുന്നാൽ ഒരു ടേസ്റ്റ് കൂടുതലും. ഇനി ഇതുപോലെ തന്നെ ഉപയോഗിക്കുന്നുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല, പക്ഷെ കുറച്ചുകൂടി ഒരു ടേസ്റ്റ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെയും കൂടി ഇത് ഉപയോഗിക്കാം. നന്നായിട്ടത് വഴറ്റിയിട്ട് ഒരു കളർ ചേഞ്ച് ആകുമ്പോഴത്തേക്കും ഓഫ് ചെയ്തിട്ട് ചട്ടിയിലേക്ക് ഒഴിക്കാം. ഇതെൻ്റെ ഫസ്റ്റ് വീഡിയോ ആണ്. അതുകൊണ്ട് ഇതിനകത്ത് വോയിസ് ഓവർ ചെയ്യുമ്പോൾ കുറേ മിസ്റ്റേക്കുകളുണ്ട്. എല്ലാവരും ഒന്ന് ക്ഷമിക്കുക. എൻ്റെ ആദ്യത്തെ ഒരു വീഡിയോ ആണ്. നമ്മളുള്ള സൗകര്യങ്ങൾ കൊണ്ട് എടുക്കുന്നതാണ്. ഒരുപാട് തെറ്റുകുറ്റങ്ങളുണ്ടാകും. എല്ലാവരും ക്ഷമിക്കുക. നിങ്ങൾ ആരെങ്കിലും ഒരു കൊറിയൻഡർ ചട്നി എങ്ങനെ ഉണ്ടാക്കും എന്നുള്ളത് സംശയം വരുമ്പോഴായിരിക്കും വീഡിയോ എടുത്ത് കാണാം. അപ്പോൾ വിചാരിക്കണ്ട ഇതെന്താ ഇങ്ങനെ ചെയ്യുന്നതെന്ന് വിചാരിക്കണ്ട. എൻ്റെ ഫസ്റ്റ് വീഡിയോ ആണ്. അപ്പോൾ അതിൻ്റേതായ തെറ്റുകുറ്റങ്ങളുണ്ടാവും, ക്ഷമിക്കുക. നമ്മുടെ ചട്നി റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്. എല്ലാവരും ഉണ്ടാക്കി കഴിച്ച് നോക്കുക.